ഹായ് കൂട്ടുകാരെ, ശ്രീസാമൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പയും തേങ്ങ അരച്ച അയലക്കറിയുമാണ്. അതിനാക്കി വേണ്ടത് നമുക്ക് മീൻകറി വയ്ക്കാൻ കുടംപുളി, ചെറിയ അളവിൽ വാളംപുളി, കുറച്ച് പച്ചമുളക്, 2 നാട്ടിൽ നിന്നുകൊണ്ട് നല്ല ഉണ്ട പച്ചമുളകാണ്, നല്ല ടേസ്റ്റാണ്. കൂടാതെ അല്പം തേങ്ങയും നമുക്ക് ആവശ്യമുണ്ട്. ഈ തേങ്ങ നമുക്ക് കപ്പയ്ക്കും കൂടി ആവശ്യമുള്ളതാണ്. കുടംപുളി ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഓക്കെ, ഇതുപോലെ എല്ലാം നല്ലോണം മിക്സാക്കി എടുത്ത് മൂത്ത് വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തേങ്ങയും വാളംപുളിയും പിന്നെ നമ്മൾ ഈ ചൂടാക്കിയെടുത്ത ഈ മസാലയും കൂടി ചേർക്കണം. അതിലേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം, നോർമൽ റൂം വാട്ടറിലുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പരുവത്തിൽ അരച്ചെടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക. 2 സ്പൂൺ എണ്ണ, ഒരുപാടൊന്നും വേണ്ട, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരുപാടായി പോകരുത്, അതിന് കയ്പുരുചി ഉണ്ടാവും. അതുകൊണ്ട് വളരെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മീനിൻ്റെ മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് നോർമൽ വാട്ടറും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ച് അതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. മസാല നല്ലതായിട്ട് നമ്മൾ തിളച്ച് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ആ പുളിവെള്ളവും കുടംപുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഈ മസാലയെ നന്നായി വെട്ടി തിളയ്ക്കുന്നതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന മീൻകറി ഇതിലേക്ക് നമ്മൾ മീനിൻ്റെ കഷ്ണം ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ മീൻ കഷ്ണം പിരിഞ്ഞു പോവുകയുമില്ല, നല്ല രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും. ഈ സമയം അടുപ്പിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അങ്ങനെ എല്ലാ മീൻ കഷ്ണവും ഇതിലേക്ക് വാരിയിടുക. ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കുക. തവി കൊണ്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി മീൻ കഷ്ണത്തെ ഉടച്ച് കളയരുത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അവരവർക്കുള്ള ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു തവി കൊണ്ട് ഇങ്ങനെ 4 സൈഡിലും ജസ്റ്റ് ഒന്ന് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം 2 പച്ചമുളകും, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ടമുളകിൽ നിന്ന് 1.5 മുളകാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. 1/2 പീസ് ഞാൻ കപ്പയിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടാൽ കപ്പയ്ക്ക് കുറച്ച് രുചി കൂടും. അത് കഴിഞ്ഞ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് വേവിക്കുന്ന ആ സമയം കൊണ്ട് നമുക്കൊന്ന് കപ്പ പുഴുങ്ങിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത കപ്പ അടുപ്പിലേക്ക് വെക്കുക. തൊട്ടിപ്പുറത്തെ അടുപ്പിൽ തന്നെ മീൻ ഇരുന്നത് കണ്ടോ, വെട്ടി തിളയ്ക്കുന്നു. പച്ചമുളക് ഇട്ടപ്പോൾ എന്താ ഒരു മണം. ഇനി നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കണം. ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ. ഇത് കപ്പ ഉണ്ടാക്കുന്നതിന് വേണ്ടി, കപ്പ കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. ആ ഒരു സമയം ഒരടുപ്പിൽ കപ്പ തിളയ്ക്കുകയും മീൻ വേവുകയും ചെയ്യും. മീൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടേതായ കപ്പ റെഡിയായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇത് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് വെള്ളം കൂടുതലാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് വെന്ത് വരുമ്പോൾ എല്ലാം കറക്റ്റാവും. ഈ ഒരു സമയം കണ്ടോ, നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഈ ഒരു സമയം നമ്മളെ കപ്പ ഏറെക്കുറെ വെന്ത് വരുന്നുണ്ട്. ആ ഒരു സമയം നമുക്കൊരു മസാല വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഈ ഒരു പരുവം, നമ്മൾ സാധാരണ തോരനൊക്കെ അരച്ചെടുക്കുന്ന ഒരു പരുവം, വെള്ളമില്ലാതെ നോർമലി അരച്ച് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം നമ്മളുടെ കപ്പ വെന്ത് വരാനൊരു 5 മിനിറ്റ് പോലും വേണ്ട. ആ ഒരു സമയത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെ മീൻ കറി ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. മീൻ വെന്തിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മീൻ വെന്ത് കിട്ടും. ഒരുപാട് താമസമില്ല, ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. നല്ല മണമുള്ള നല്ല രുചിയുള്ള അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്ത് ഇത് അടച്ചു വയ്ക്കണം. നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് ആവശ്യം. ചെറിയ ഉള്ളി കുരുകുരേ അരിഞ്ഞെടുക്കുക.
ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വേറെന്തോ ഇടുകയാണെന്ന്. പേടിക്കണ്ട. അയല മീൻ ടേസ്റ്റ് കൂടാനായിട്ട് നെല്ലറയുടെ കായപ്പൊടിയാണ് ഇടുന്നത്. അത് ഒരുപാട് ഇടണ്ട. ഒരുപാടിട്ട മീൻ സാമ്പാറാവും. ഇത് 1/4 സ്പൂൺ മാത്രം ഇട്ടാൽ മതി. ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കുക, കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുകെല്ലാം നല്ല രീതിയിൽ പൊട്ടിത്തീർന്ന ഉടനെ കുഞ്ഞുള്ളി, നമ്മളെ ചെറിയ ഉള്ളി കുരുകുര അരിഞ്ഞ് വെച്ചേക്കുന്നത് അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് ഇതിനോടൊപ്പം ഇടാവുന്നതാണ്. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില കൂടി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്ത് മീൻ കറിയിലേക്ക് ഇടുക. കടുകറുത്ത് താളിച്ചൊഴിച്ചെടുക്കുന്നതിന് നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി. എന്നിട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം. ഇതാ ഇതേപോലെ ആ സമയത്തൊരു സൗണ്ട് കേൾക്കും. എന്താ ഒരു ഫീലിംഗ് എന്നറിയാമോ? നമ്മളെ കപ്പ അതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഏറെക്കുറെ കപ്പ വെന്തു. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കപ്പയിൽ കുറച്ച് വിഷമുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത്. സത്യമാണ്. അതുകൊണ്ട് നമ്മളിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. അപ്പം നമുക്കൊന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വരാം. ഇതാ വെള്ളം ഊറ്റിക്കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെന്ത കപ്പ കഷ്ണങ്ങൾ ഇതായിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരപ്പ് തട്ടിക്കൊടുക്കുക. ചെറിയ തീയിൽ വയ്ക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. അപ്പോഴത്തേക്ക് ഈ അരപ്പിൻ്റെ പച്ചമണം അങ്ങ് മാറിക്കിട്ടും. ആ മഞ്ഞപ്പൊടി ഇട്ടതിൻ്റെ ഒരു ആ പച്ചമണം നമുക്കൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ തീ ഓഫാക്കുക. തവി കൊണ്ട് ഇതേപോലെ നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കുക. കപ്പ നന്നായിട്ട് കുത്തി ഉടച്ച് ഇളക്കിയെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കപ്പ കിട്ടും. ഈ കപ്പയും മീൻ കറിയും കൂടി കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ? കണ്ടോ, നമ്മളെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്, മീൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അല്പം ചോറെടുക്കുക, കപ്പയും മീനും കൂട്ടി കഴിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.